ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമ അബിഗെയിൽ എന്ന ഹൊറർ മൂവിയാണ്. 2024 റിലീസായ ഒരു അടിപൊളി ത്രില്ലർ സിനിമയാണ്. വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഒട്ടും സമയം കളയണ്ട, കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു കുട്ടി അതിമനോഹരമായി ഡാൻസ് ചെയ്യുന്നുണ്ട്. അവളുടെ പേരാണ് അബിഗെയിൽ. ഈ കുട്ടിയാണ് ഈ സിനിമയിലെ ഹീറോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പെണ്ണ് തോക്ക് ലോഡ് ചെയ്ത് ഒരു കാറിൽ പോയി കയറുന്നു. ആ കാറിൽ വേറെ രണ്ടാളുമുണ്ട്. അവളുടെ കയ്യിൽ ബോധം കിടത്താനുള്ള സിറിഞ്ചെല്ലാം വെച്ചിട്ടുണ്ട്. വേറെ ഒരു കാറിൽ രണ്ടാണുങ്ങളും ഒരു പെണ്ണും ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ട് ഹാക്കർമാരാണ്, ഒരാൾ ഷാർപ്പ് ഷൂട്ടറും. ഒരു വലിയ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് ഒരാൾ മുഖമൂടിയെല്ലാം ധരിച്ച് ആ വീടിനുള്ളിലോട്ട് ഓടിപ്പോകുന്നു. ഇവർ രണ്ടുപേരും കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറകളെല്ലാം ഓഫ്ലൈൻ ആക്കുന്നുണ്ട്. ആ ഷാർപ്പ് ഷൂട്ടർ ഗൺ ആരെയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലിരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അബിഗെയിൽ ഡാൻസ് എല്ലാം കഴിഞ്ഞ് കാറിൽ വന്ന് കയറുന്നു. അബിഗെയിൽ കയറിയ കാറിനടിയിലായി GPS ഘടിപ്പിച്ചിട്ടുണ്ട്. അവളുടെ കാറ് മുന്നോട്ട് നീങ്ങിയതും ആ കാറിലുള്ളവർക്ക് മെസ്സേജ് വരും. ഉടനെ അവർ മുഖമൂടിയെല്ലാം ധരിച്ച് റെഡിയാകുന്നു. അവർ ആ വലിയ വീടിന് മുന്നിലെത്തുമ്പോൾ ഹാക്കർമാർ അവർക്ക് ആ വീടിൻ്റെ ഗേറ്റ് ഹാക്ക് ചെയ്ത് ലോക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ആ വീടിനുള്ളിലോട്ട് കയറുന്നു. വീടിൻ്റെ ഫ്രണ്ട് ഡോറിലെത്തി അവർക്ക് ഹാക്കർ ലോക്ക് ഓപ്പണാക്കി കൊടുക്കുന്നു. അവർ 3 പേരും അബിഗെയിലിൻ്റെ റൂമിൽ കയറുന്നു. അപ്പോൾ കൂടെയുള്ള പെണ്ണ് മറ്റുള്ള 2 പേരോടും ചോദിക്കുന്നുണ്ട്, നമ്മൾ തട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് കുട്ടിയാണോ എന്ന്. അതെ എന്ന് അയാൾ പറയുകയും, നീ പോയി ആ മൂലയിൽ പോയി ഒളിച്ചിരിക്കെ, അവൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് 3 പേരും 3 മൂലകളിലായി ഒളിച്ചിരിക്കുന്നു. അബിഗെയിലിൻ്റെ വണ്ടി വന്നു. അവൾ വീട്ടിലോട്ട് വന്ന് റൂമിലോട്ട് നല്ല സന്തോഷത്തോടെ ഡാൻസ് എല്ലാം ചെയ്ത് വരുന്നുണ്ട്. റൂമിലേക്ക് വന്നപ്പോൾ അബിഗെയിലിന് അവളുടെ ഫ്രണ്ട് ഫോൺ ചെയ്യുന്നു. സംസാരത്തിനിടയിൽ അവൾക്ക് സംശയം വരുന്നുണ്ട്. ഫോൺ സംഭാഷണം നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. തോന്നിയതാവും എന്ന് കരുതി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നു. പെട്ടെന്നാണ് ഒളിച്ചിരിക്കുന്ന 3 പേരിൽ ഒരാൾ ചാടി വീണ് അബിഗെയിലിൻ്റെ വായ പൊത്തുന്നത്. അവൾ അയാളെ പ്രതിരോധിച്ച് കയ്യിലുണ്ടായിരുന്ന പെൻസിൽ ഉപയോഗിച്ച് കുത്തുന്നു. അപ്പോഴേക്കും മറ്റു 2 പേരും കൂടി വന്ന് അവളെ ബലമായി പിടിച്ച് ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തുന്നു. അപ്പോഴാണ് അവർക്ക് പുറത്തു നിൽക്കുന്നവർ മെസ്സേജ് കൊടുക്കുന്നത്, അബിഗെയിലിൻ്റെ അച്ഛൻ വരുന്നുണ്ട്, വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ. അവർ പെട്ടെന്ന് തന്നെ അബിഗെയിലിനെ ഒരു ബാഗിൽ പാക്ക് ചെയ്തു. ആ വീടിൻ്റെ വേറെ വഴിയിലൂടെ പുറത്തേക്ക് വരുന്നു. ഉള്ളിൽ കയറിയ അച്ഛൻ മകളെ കാണാതായപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അലാം ചെയ്യുന്നു. അതോടെ ആ വീടിന് മുന്നിലുള്ള എല്ലാ ലൈറ്റും കത്തുകയും ഗേറ്റ് ലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതും അവർ ഓടുന്നു. ഗേറ്റിന് മുന്നിൽ വന്ന അവർ എന്ത് ചെയ്യുമെന്നാലോചിച്ച് നിൽക്കുമ്പോഴേക്കും പുറത്തുള്ള ഹാക്കർമാർ ആ ഗേറ്റിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും കാറിൽ ഓടിക്കയറി പോരുന്നു. കാറിൽ കയറി അവർ അബിഗെയിലിൻ്റെ കണ്ണ് കെട്ടിവെക്കുന്നുണ്ട്. അവർ പോകുന്ന വഴികളിലെ ക്യാമറകളെല്ലാം ഓഫ്ലൈൻ ആക്കിയാണ് പോകുന്നത്. അങ്ങനെ അവർ ഒരു പഴയ കൊട്ടാരം പോലെയുള്ള വീട്ടിലെത്തി. ആ വീടിനുള്ളിലോട്ട് വരുമ്പോൾ വീടിന് പുറത്ത് ഒരാൾ ഇവരെയും കാത്തു നിൽക്കുന്നുണ്ട്. അയാളാണ് ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച ആൾ. അവരെല്ലാവരും ആ വീടിനുള്ളിൽ കയറുന്നു. അയാൾ പറയും, അബിഗെയിലിനെ ആ റൂമിൽ കൊണ്ടുപോയി കിടത്തു. അവളെ ലോക്ക് ചെയ്യാനുള്ള ചങ്ങലയും പൂട്ടും അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അബിഗെയിലിനെ റൂമിൽ കൊണ്ടുപോയി കിടത്തി 2 കൈയും ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അയാൾ പറയും, നിങ്ങളുടെ പൂർവ്വചരിത്രമോ പേരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. ഇതൊരു 24 മണിക്കൂർ ജോലിയാണ്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും മോചദ്രവ്യം വാങ്ങിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ഈ വർക്ക് ഇവിടെ അവസാനിക്കും. നിങ്ങളിവിടെ സേഫായിരിക്കും. പക്ഷേ നിങ്ങളെ പോലീസ് ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണുകൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എല്ലാവരും ഈ കവറിലിടൂ ഫോണുകൾ എന്ന് അയാൾ പറയുന്നുണ്ട്. വിഷമത്തോടെയാണ് പലരും ഫോൺ കൈമാറുന്നത്. നായിക ഫോൺ കൈമാറുമ്പോൾ അവളുടെ മകൻ്റെ ഫോട്ടോ നോക്കി വിഷമത്തിലാണ്. എന്നാലും അവൾ ഫോൺ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും, നിങ്ങളുടെ ഒറിജിനൽ പേര് ഇവിടെ യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ പേര് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫ്രാങ്ക്, ഡീൻ, സാമി, പീറ്റർ, ജോയ്, ഹാപ്പി എന്ന് പറഞ്ഞ് അയാൾ പറയും, ഇനി നിങ്ങളുടെ ജോബ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് അയാൾ വാതിലടച്ചു പോകുന്നു. അവർ അവിടെ കള്ളും കുടിച്ചും ഡ്രഗ്സ് അടിച്ചും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ പറയുന്നു, അബിഗെയിലിൻ്റെ അച്ഛൻ ബില്യനറാണെന്ന്. ഡീൻ അവിടെ ചെറിയ കുട്ടികളെ പോലെ സൈക്കിൾ ഓടിച്ച് നടക്കുന്നുണ്ട്. അവൻ ഫുൾ ഫിറ്റാണ്. അടുത്ത സീനിൽ ജോയ് അബിഗെയിലിൻ്റെ റൂമിലോട്ട് വരുന്നുണ്ട്. അബിഗെയിൽ ജോയിയോട്, എൻ്റെ കണ്ണ് വേദനയാകുന്നു, ഇതൊന്ന് തുറന്നു തരൂ എന്ന് പറയും. ജോയ് അവളുടെ മുഖംമൂടി ഇട്ടതിന് ശേഷം അബിഗെയിലിൻ്റെ കണ്ണ് കെട്ടിയത് തുറന്നു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അബിഗയിൽ പറയും, പിന്നിലോട്ട് കൈവച്ച് കെട്ടിയത് കൊണ്ട് കൈ വേദനയാവുന്നു. ഇത് കേൾക്കുമ്പോൾ ജോയ് ബൂട്ട് അഴിച്ച് മുന്നിലോട്ടായി കെട്ടുന്നുണ്ട്. അബിഗയിൽ കരഞ്ഞുകൊണ്ട് ജോയിയോട് ചോദിക്കും, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ജോയ് പറയും, നിന്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് ഞങ്ങൾ വാങ്ങും, അത് കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടും എന്ന് ജോയ് പറയുമ്പോൾ അബിഗയിൽ ചോദിക്കും, എൻ്റെ ഫാദർ അറിഞ്ഞോ എന്നെ തട്ടിക്കൊണ്ടുവന്ന വിവരം? ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന് ജോയ് പറയും. നീ ഭക്ഷണം കഴിച്ച് കിടന്നോ എന്ന് പറയുമ്പോൾ അവൾ കരയും. നീ കരയണ്ട, നിന്നെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. കുറച്ച് കാശ് നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ നിന്നെ ഞങ്ങൾ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടും എന്ന് പറഞ്ഞ് അവളുമായി ഫ്രണ്ടാവുന്നു. അങ്ങനെ ജോയ് അവളോട് പറയും, എനിക്കും നിന്നെ പോലൊരു മോനുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നീട് അബിഗയിൽ ജോയിയുടെ മകനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. മോനെ നന്നായി നോക്കണം എന്ന് അബിഗയിൽ ജോയിയോട് പറഞ്ഞു. എൻ്റെ അച്ഛന് എന്നെ ഇഷ്ടമില്ലെന്നും അതിനാൽ അദ്ദേഹം നിങ്ങൾക്ക് മോചനദ്രവ്യം നൽകില്ലെന്നും അബിഗയിൽ ജോയിനോട് പറഞ്ഞു. ഈ ഒരു കാര്യം കൂട്ടത്തിലുള്ള ഫ്രാങ്കിനോട് പറയും. അതോടുകൂടി നമ്മൾ ആരുടെ മകളെയാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് നമ്മൾ അറിയണമെന്ന് ജോയിയോട് പറയും. ഈ സംശയം തീർക്കാനായി ഫ്രാങ്ക് അബിഗയിലിൻ്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്ത് അവൻ മുഖം മറയ്ക്കാൻ മറന്നിരുന്നു. അബിഗയിലിന് നേരെ തോക്ക് ചൂടിക്കൊണ്ട് ഫ്രാങ്ക്, നിന്റെ അച്ഛൻ്റെ പേര് പറയ്. ക്രിസ്റ്റീഫർ. അവളുടെ അച്ഛൻ്റെ പേര് കേട്ടതും അവൻ ഞെട്ടിപ്പോയി. അതിക്രൂരനായ മോൺസ്റ്ററാണ് ക്രിസ്റ്റീഫർ. ഫ്രാങ്ക് പോയി ആ വിവരം ബാക്കിയുള്ളവരെ അറിയിച്ചു. അവൻ ഈ കൊട്ടേഷനിൽ നിന്ന് ഒഴിവാകാൻ നോക്കിയെങ്കിലും ജോയി അവനെ പിന്തിരിപ്പിച്ചു. എന്നാൽ നമ്മുടെ ഫ്രാങ്ക് ക്രിസ്റ്റീഫറിനെ പറ്റി അവനറിയാവുന്ന ആ കാര്യം അവരോട് പറയുകയാണ്. ഒരിക്കൽ 3 പോലീസുകാർ ക്രിസ്റ്റീഫറിൻ്റെ സംഘത്തിന് നേരെ നിയമ നടപടികൾ സ്വീകരിച്ചു. അതോടെ ക്രിസ്റ്റീഫർ ആ 3 പേരെയും കൊല്ലണമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടുകൂടി ആ 3 പേരെയും നല്ല സേഫായ റൂമിലേക്ക് മാറ്റി. നിരവധി പോലീസുകാരെ കാവൽ നിർത്തുകയും ചെയ്തു. ആ റൂമിലേക്ക് കടക്കണമെങ്കിൽ ആകെ ഒരു ജനലും പിന്നെ ഒരു വാതിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ ആ 3 പോലീസുകാരെയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് കേട്ടതോടെ ഫ്രാങ്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. അതോടെ അവർ എല്ലാവരും പല വഴിക്കായി തിരിഞ്ഞു. ആക്രമികൾ ആരെങ്കിലും ബംഗ്ലാവിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഈ നേരത്താണ് കൂട്ടത്തിലുള്ള സ്വാമി അവരുടെ സംഘത്തിലുള്ള ദീൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. സ്വാമി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. എന്നാൽ തലയറുത്തു മാറ്റപ്പെട്ട ദീൻ്റെ മൃതശരീരമാണ് അവൾ കാണുന്നത്. അങ്ങനെ അവൾ അലറിക്കരഞ്ഞ് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ടു പേടിച്ച് അവർ അബിഗയിലിൻ്റെ റൂമിലേക്ക് പോയി നോക്കി. അവൾ അവിടെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഭയന്ന് പേടിച്ച് അതിലുണ്ടായിരുന്ന റിക്ലിസ്, എനിക്ക് പണം വേണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള എല്ലാ ഡോറും ഇരുമ്പ് ലോക്ക് ഉപയോഗിച്ച് ലോക്കാക്കി വെച്ചിരിക്കുന്നു. എത്ര ട്രൈ ചെയ്തിട്ടും അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ആ മാളികയിൽ ഒരു കൊലയാളിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കായി അവിടെയുള്ള എല്ലാ വാതിലുകളും ജനലുകളും അടയാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാനായി ജോയ് അബിഗയിലിൻ്റെ റൂമിലേക്ക് ചെന്നു. ഫ്രാങ്ക് തൻ്റെ അച്ഛൻ്റെ ആളാണെന്ന് ജോയിയോട് അവൾ പറഞ്ഞു. ദേഷ്യത്തോടെ ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് റിക്ലിക്സ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് കാണുന്നത്. ഭ്രാന്ത് പിടിച്ച അവൾ ഫ്രാങ്കിൻ്റെ നേരേക്ക് തോക്ക് ചൂണ്ടി. ഫ്രാങ്ക് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അബിഗയിൽ കള്ളൻ പറയുകയാണെന്ന് ഫ്രാങ്ക് പറയുന്നുണ്ടെങ്കിലും ജോയ് അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവരുടെ സംശയം തീർക്കാനായി അവരെല്ലാവരും ചേർന്ന് അബിഗയിലിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഇവരെ ഓരോരുത്തരെയും ഞെട്ടിച്ച് അബിഗയിൽ അവളുടെ ചങ്ങലകൾ വളരെ സിമ്പിളായി മാറ്റി അവളുടെ വായ തുറന്ന് പല്ലുകളെല്ലാം നീട്ടി പീറ്ററിൻ്റെ നേരേക്ക് ചാടി. അവനെ ആക്രമിക്കാൻ തുടങ്ങിയതും ഫ്രാങ്ക് അവളുടെ നേരേക്ക് ഷൂട്ട് ചെയ്തു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിക്കും വിധം വെറും 10 മിനിറ്റ് കൊണ്ട് അവളുടെ മുറിവുകൾ ഉണങ്ങി. അവൾ സടകുടഞ്ഞെഴുന്നേറ്റു. അതിശയിക്കുന്ന ഈ കാഴ്ച കണ്ട് പേടിച്ച് അവർ അബിഗയിലിനെ എങ്ങനെയൊക്കെയോ ആ റൂമിൽ പൂട്ടിയിട്ട് അവർ പുറത്തേക്ക് കടന്നു. ഈ സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത് അവളുടെ അച്ഛനും ഒരു വാമ്പയർ ആവുമെന്ന്. അതുകൊണ്ടാണ് എല്ലാവരും അയാളെ പേടിക്കുന്നതെന്ന്. ക്രിസ്റ്റഫറിനു വേണ്ടി അബിഗയിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അബിഗയിലിനെ കൊല്ലണമെന്ന് അവർ ചർച്ച ചെയ്തു. പക്ഷേ ജോയ് മാത്രം അതിനെ എതിർത്തു. അവൾ പറയും, നമുക്ക് അബിഗയിലിനെ ലേബർട്ടിന് കൈമാറി കാശ് വാങ്ങിക്കാമെന്ന്. എന്നാൽ മറ്റുള്ളവർ അതിന് സപ്പോർട്ട് ചെയ്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തേക്ക് കടന്നാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ബാക്കി 3 പേരും വെളുത്തുള്ളിയും കുരിശുമായി അവൾ കിടക്കുന്ന റൂമിലേക്ക് അബിഗയിലിനെ കൊല്ലാനായി പോവുകയാണ്. അങ്ങനെ അവർ ഡോർ തുറന്നു നോക്കുമ്പോൾ ആ കട്ടിൽ അവളെ കാണാനില്ല. അങ്ങനെ അവർ അബിഗയിലിനെ അന്വേഷിച്ച് ആ ബംഗ്ലാവിൻ്റെ ഓരോ ഭാഗങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ കാണുന്നത് തല വേറിട്ട് കിടക്കുന്ന ദീനിൻ്റെ ശവശരീരത്തോടു കൂടി കളിക്കുകയായിരുന്നു.
അവർ കൊണ്ടുപോയിരുന്ന വെളുത്തുള്ളിയും കുരിശുമൊന്നും അബിഗെയിലിന്റെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു. അബിഗെയിൽ അവർ 3 പേരെയും അതിക്രൂരമായി ആക്രമിച്ചു. അങ്ങനെ അവർ 3 പേരും ഓടി ജോയുടെ അടുത്തെത്തി. ജോയ് പറഞ്ഞു, നമുക്ക് അബിഗെയിലിനെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കാം. ഇത് കേട്ടപ്പോൾ അവർ ശരി, അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അബിഗെയിലിനെ അന്വേഷിച്ച് ഇറങ്ങി. ആ സമയത്താണ് സ്വാമി ആ മാളികയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെളിക്കുണ്ടിൽ വീഴുന്നത്. ആ ചെളിക്കുണ്ടിൽ അബിഗെയിൽ കൊലപ്പെടുത്തിയിരുന്ന ഒരുപാട് പേരുടെ ശവശരീരങ്ങൾ ഉണ്ടായിരുന്നു. സ്വാമി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ അവർ 4 പേരും ചേർന്ന് അബിഗെയിലിൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന സ്വാമിക്ക് അബിഗെയിലിൻ്റെ പക്കൽ നിന്നും ഒരു കടിയേറ്റിരുന്നു. പീറ്റർ അബിഗെയിലിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണതും ജോയ് പെട്ടെന്ന് അബിഗെയിലിൻ്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു. പിന്നീട് ബോധം വരുമ്പോൾ അബിഗെയിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സെല്ലിനകത്തായിരുന്നു. ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവർ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ അബിഗെയിലിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നില്ല, മറിച്ച് അബിഗെയിലാണ് ഇവരെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ ഈ ദൗത്യം ഏൽപ്പിച്ച ലാബർട്ട് അബിഗെയിലിൻ്റെ ആളാണ്. കൊച്ചുകുട്ടിയെ പോലെ തോന്നിക്കുന്നുവെങ്കിലും അവൾ ഏകദേശം ഈ ലോകത്ത് ജീവിച്ചിട്ട് 100 വർഷമായി. എൻ്റെ അച്ഛനെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ട്രാപ്പിലാക്കിയത്. ഹാക്കറായ സ്വാമി അബിഗെയിലിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയും അതിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഫ്രാങ്ക് പോലീസുകാരനായ സമയത്ത് ക്രിസ്റ്റഫറിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഡോക്ടറായ ജോയ് അബിഗെയിലിൻ്റെ അച്ഛന് തെറ്റായ ഒരു ഓപ്പറേഷൻ നടത്തി ഒരുപാട് നാൾ അയാൾ കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കേട്ടുനിന്ന ഇവർ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ ഫ്രാങ്ക് മാത്രം അബിഗെയിലിന് കാവലായി അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് അബിഗെയിൽ പറയുന്നത്, നിങ്ങൾ എന്നെ തുറന്നുവിട്ടാൽ ഞാൻ നിങ്ങളെ മാത്രം രക്ഷിക്കാമെന്ന്. ഇത് കേട്ടപ്പോൾ ഫ്രാങ്ക് പറയുന്നു, അതിനു മുന്നേ നീ ഇവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി പറഞ്ഞു തന്നെങ്കിൽ ഞാൻ നിന്നെ തുറന്നുവിടാം. ഓക്കെ, ഈ മാളികയിൽ ഒരു ലൈബ്രറി ഉണ്ടെന്നും അതിലുള്ള ഷെൽഫ് വഴി പുറത്തേക്ക് കടക്കാമെന്നും അബിഗെയിൽ ഫ്രാങ്കിനോട് പറഞ്ഞു. ഇത് കേട്ടതോടെ ഫ്രാങ്ക് അബിഗെയിലിനെ തുറന്നുവിടാതെ ആ ഷെൽഫ് നോക്കി പോവുകയാണ്. ദേഷ്യം പിടിച്ച അബിഗെയിൽ ആ സെല്ല് തകർത്തൊരൊറ്റ ചാട്ടം ഫ്രാങ്കിൻ്റെ നെഞ്ചിലോട്ട്. അങ്ങനെ അബിഗെയിൽ ഫ്രാങ്കിനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നേരം വെളുത്തിരുന്നു. ഈ കാഴ്ച കണ്ടാണ് ജോയ് അങ്ങോട്ട് ഓടിയെത്തുന്നത്. ജോയ് അവിടെയുള്ള മരപ്പലകൾ അടിച്ചു തകർത്തു. അതോടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. സൂര്യപ്രകാശം ഏറ്റതോടെ അബിഗെയിലിൻ്റെ ഒരു കൈ ചിന്നിച്ചിതറി. അബിഗെയിൽ വേഗം ഇരുണ്ട സ്ഥലത്തേക്ക് നീങ്ങി. പെട്ടെന്ന് തന്നെ അവൾക്ക് പുതിയ കൈ മുളച്ചു വന്നു. അതിനുശേഷം അവർ 3 പേരും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി. ഈ നേരത്ത് ഫ്രാങ്ക് ലൈബ്രറിയിലുള്ള അബിഗെയിൽ പറഞ്ഞിരുന്ന ആ ഷെൽഫ് പരിശോധിച്ചിരുന്നു. അബിഗെയിൽ ഫ്രാങ്കിനെ പറ്റിച്ചതായിരുന്നു. അതുവഴി പുറത്തേക്ക് കടക്കാൻ കഴിയില്ലായിരുന്നു. സൂര്യൻ അസ്തമിച്ചാൽ അബിഗെയിൽ നമ്മളെ ആക്രമിക്കാൻ വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമുക്ക് സേഫ് അല്ലെന്നും അവർക്കറിയാമായിരുന്നു. അങ്ങനെ അവർ പുറത്തു കടക്കാനുള്ള വഴിക്കായി അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സമയത്ത് അബിഗെയിൽ കടിച്ചിരുന്ന സ്വാമി ഒരു വേമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബിഗെയിലിന്റെ നിയന്ത്രണത്തിലായി. ഉടൻ തന്നെ സ്വാമി അവർക്കൊപ്പം ഉണ്ടായിരുന്ന പീറ്ററിനെ കൊലപ്പെടുത്തി. ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ജോയും ഫ്രാങ്കും അങ്ങോട്ട് എത്തുന്നത്. അതോടുകൂടി സ്വാമി അവരെയും ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. കയ്യിൽ കിട്ടിയ കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് ജോയ് സ്വാമിയെ കൊലപ്പെടുത്തി. അങ്ങനെ ഭീതിയോടെ നിൽക്കുന്ന സമയത്താണ് ലൈബ്രറിയുടെ ഷെൽഫിലുള്ള വാതിൽ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലൂടെ ഓടിയ ഇവർ അവിടെയുള്ള കൺട്രോൾ റൂമിലേക്കാണ് എത്തിച്ചേർന്നത്. അവിടെ ലാബർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ലാബർട്ടും ഒരു വേമ്പയർ ആണെന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. ലാബർട്ടിന് നേരെ ഷൂട്ട് ചെയ്തെങ്കിലും അതൊന്നും അവനെ ഏറ്റിരുന്നില്ല. 2 വർഷം മുന്നേ അബിഗെയിൽ എന്നെ ഒരു വേമ്പയറാക്കി മാറ്റിയെന്നും ലാബർട്ട് പറഞ്ഞു. അന്നു തൊട്ട് ഞാൻ അബിഗെയിലിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ആളുകളെ അബിഗെയിലിന് എത്തിച്ചു കൊടുത്തിരുന്നത് താനാണെന്നും അയാൾ അവരോട് പറഞ്ഞു. അബിഗെയിലിൻ്റെ പിതാവിനെ ഉപദ്രവിച്ചവരെയാണ് അബിഗെയിൽ നോട്ടം വെച്ചിരുന്നത്. ലാബർട്ടിൻ്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അബിഗെയിൽ എന്നെ കൊണ്ട് അവൾക്കുമായുള്ള ജോലികൾ ചെയ്തിരുന്നത്. അതിനാൽ തന്നെ അബിഗെയിലിനോടും പ്രതികാരം ചെയ്യണമെന്ന് ലാബർട്ടും ആഗ്രഹിച്ചിരുന്നു. അയാൾ അതിന് ഫ്രാങ്കിൻ്റെ ഹെൽപ്പ് ചോദിച്ചു. ഫ്രാങ്ക് അതിന് ഓക്കെ പറയും. അങ്ങനെ ലാബർട്ട് ഫ്രാങ്കിനെ കടിക്കുകയും ഫ്രാങ്ക് ഒരു വേമ്പയറായി മാറുകയും ചെയ്യും. എന്നാൽ വേമ്പയറായി മാറിയതോടുകൂടി ഫ്രാങ്കിൻ്റെ സ്വഭാവം മാറി. അവൻ ഹൃദയത്തിലേക്ക് കുത്തി ലാബർട്ടിനെ കൊലപ്പെടുത്തി. അബിഗെയിലിനെയും അവളുടെ അച്ഛനെയും കൊന്ന് അവരുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുക എന്നായിരുന്നു ഫ്രാങ്കിൻ്റെ ഉദ്ദേശം. ഈ ഒരു സമയത്ത് അബിഗെയിൽ അങ്ങോട്ട് എത്തുകയും ഫ്രാങ്കിനെ കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഫ്രാങ്ക് വളരെ ശക്തനായി മാറിക്കഴിഞ്ഞതിനാൽ അബിഗെയിലിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ സമയം ജോയ് വീടിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ നിർജ്ജീവമാക്കുകയും അവളുടെ മൊബൈൽ ഫോൺ അവിടെ നിന്ന് കൈക്കലാക്കുകയും ചെയ്തിരുന്നു.
ജോയ് അവളുടെ മകനെ വിളിക്കാനായി ശ്രമിക്കുകയും വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ നേരം ഫ്രാങ്ക് അങ്ങോട്ടേക്ക് എത്തുകയും ജോയെ കടിച്ച് അവളെയും ഒരു വാമ്പയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫ്രാങ്ക് അവളെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അബിഗെയിൽ അവളുടെ രക്ഷയ്ക്കായി എത്തി. നമുക്ക് ഒരുമിച്ച് നിന്ന് ഫ്രാങ്കിനെ കൊലപ്പെടുത്താം. എൻ്റെ കൂടെ നിന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്നും അബിഗെയിൽ ജോയോട് പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രാങ്ക് ജോയിനെ വന്ന് കടിച്ച് അവളെ ഒരു വാമ്പയർ ആക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം അവളോട് അബിഗെയിലിനെ കൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജോയ് അതനുസരിക്കാതെ ഫ്രാങ്കിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു. ഈ കാഴ്ച കണ്ട് അബിഗെയിലും ഫ്രാങ്കിനെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഫ്രാങ്കിനെ കുത്തി കൊലപ്പെടുത്തുകയാണ്. ഫ്രാങ്ക് ജോയിനെ കടിച്ചെങ്കിലും അവൾ ഒരു വാമ്പയർ ആയി മാറിയിരുന്നില്ല. അബിഗെയിൽ ജോയിനെ വെറുതെ വിട്ടു. എൻ്റെ അച്ഛൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അച്ഛനെ ആക്രമിച്ചവരെല്ലാം കൊലപ്പെടുത്തിയതെന്ന് പറയും. അപ്പോഴാണ് അബിഗെയിലിൻ്റെ അച്ഛൻ അവിടേക്ക് കടന്നു വരുന്നത്. വാമ്പയറായ ക്രിസ്റ്റഫർ ജോയിനെ ഭക്ഷിക്കാൻ ഒരുങ്ങി. എൻ്റെ ജീവൻ രക്ഷിച്ചത് ജോയ് ആണെന്നും ജോയിനെ വെറുതെ വിടണമെന്നും അബിഗെയിൽ അച്ഛനോട് പറഞ്ഞു. അതോടെ ക്രിസ്റ്റഫർ ജോയിനെ പോവാൻ അനുവദിച്ചു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജോയിനെ കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.